ഇസ്രായേൽ വേഴ്സസ് ഇറാൻ എന്ന ഒരു സംഘർഷം എപ്പോൾ വേണമെങ്കിലും വരാം എന്നതിന്റെ ചില അടയാളങ്ങൾ കണ്ടു തുടങ്ങി. കാരണം ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് റേഷ്യോ എന്നത് കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 2025 ജനുവരി മാസം മുതൽ മെയ് മാസത്തിനുള്ളിൽ 2 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. 5 ഘട്ടമായി അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നടന്ന ചർച്ചകൾ വളരെ സുഗമമായി തന്നെ അവസാനിച്ചു. എന്നാൽ ഇന്നുവരെയും ഇതിൽ ഏതൊരു തീരുമാനവും 2 രാജ്യങ്ങൾക്കിടയിലും സംഭവിച്ചിട്ടില്ല. അണുവായുധം നിർമ്മിക്കുന്ന പദ്ധതിയിൽ നിന്നും ഇറാൻ പൂർണ്ണമായും പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ സംബന്ധിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഉപരോധം നീക്കം ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന അമേരിക്കയോട് ഇറാൻ നടത്തി. പക്ഷേ അമേരിക്ക അതിന് അസാധ്യമായ ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ഇവയേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൊസാദിനെ ചാരപ്രവർത്തി ചെയ്തു എന്ന പേരിൽ ഒരു വ്യക്തിയെ ഇറാൻ തൂക്കിലേറ്റിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. പെട്രം മദനി ഇയാൾ ഇറാനിലുള്ള വ്യക്തിയാണ്. 2020 ഇറാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇയാൾക്ക് നേരെ നിരവധി ആരോപണങ്ങളും ചുമത്തി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആയ മൊസാദിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഇയാൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജർമ്മനിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഒരുപാട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെ വെച്ച് മൊസാദിന്റെ പരിശീലനം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം ലഭിച്ചതിനു ശേഷം ഇയാൾ ഇവിടെയുള്ള ഇൻഫർമേഷൻസ് മൊസാദ് ഏജൻസിന് എങ്ങനെ ഫോർവേഡ് ചെയ്യണം, ഇറാനിലുള്ള ഇറാനിയൻസിനെ എങ്ങനെ മൊസാദ് ഏജൻസാക്കി മാറ്റണം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ട്രെയിനിങ്ങും ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. ഇയാളുടെ ഈ നെറ്റ്വർക്കിന് കീഴിൽ 110 വ്യക്തികളെ മൊസാദ് ചാരന്മാരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ വേറെയും ഒരുപാട് സ്ഥലങ്ങളിലുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, ഇറാന്റെ സർക്കാർ ഓഫീസുകൾ എവിടെയെല്ലാമാണ് ഉള്ളത്, കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇറാന്റെ സർക്കാർ ഓഫീസുകൾ എവിടെയെല്ലാം പുതുതായി തുറക്കുന്നു, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൊസാദ് ഇന്റലിജൻസിലേക്ക് ഫോർവേഡ് ചെയ്തു എന്നുള്ള കുറ്റാരോപണം ഇയാളിൽ വയ്ക്കുകയും ഈ നെറ്റ്വർക്കിന് കീഴിലുണ്ടായിരുന്ന 110 പേരെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അന്വേഷണങ്ങളും നടക്കുന്നു. അങ്ങനെ ഇറാനിലെ ലോയർ കോടതി ഇയാൾക്ക് വധശിക്ഷയും വിധിച്ചു. ഒടുവിൽ ഹൈക്കോടതി ഈ ഒരു വിധി ശരിവയ്ക്കുകയും ചെയ്തു. അങ്ങനെ വധശിക്ഷ നിറവേറ്റുകയും ചെയ്തു. അടുത്തിടെ ഏപ്രിൽ മാസത്തിൽ മൊസാദിന് ചാരവൃത്തി ചെയ്തു എന്ന പേരിൽ ഇതുപോലൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. കൂടാതെ ആന്റി മൊസാദ് ഓപ്പറേഷൻസ് എന്ന ഒരു ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സൈബർ വാർഫെയർ നടക്കുന്നുണ്ട്. കൂടുതൽ എത്തിക്കൽ ഓപ്പറേഷൻസ് മൊസാദിനെ വെച്ച് ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റിൽ ഏതെങ്കിലും ഒരു ഫയർ സംഭവിക്കും. അവരുടെ ഗവൺമെന്റ് ബിൽഡിംഗ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്ഫോടനം സംഭവിക്കും. ഇങ്ങനെ ഇറാനുള്ളിൽ ഒരുപാട് മൊസാദ് ചാരന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ്സ് കണ്ടുപിടിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഈ സുപ്രീം വെപ്പൺസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇസ്രായേലിലെ മൊസാദ് നെറ്റ്വർക്സിനെ, ഇസ്രായേലിന്റെ ആ ചാര സംഘടനയെ ആ രാജ്യത്തിൽ ഒരല്പമെങ്കിലും കുറയ്ക്കേണ്ട ശ്രമങ്ങൾ എടുക്കണം. അതിനാൽ വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇറാൻ ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇറാനിലെ ഇന്ന സ്ഥലങ്ങളിൽ മൊസാദിന്റെ കണക്ഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടി വരും. അടുത്ത് ഈ ന്യൂക്ലിയർ ഡീലാണ്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ന്യൂക്ലിയർ കരാർ ഉണ്ടാകുന്നത് മുഴുവൻ ലോകവും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇഷ്ടപ്പെടാത്ത ഒരേയൊരു രാജ്യം അത് ഇസ്രായേൽ മാത്രമാണ്. കാരണം ഇസ്രായേൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്തും, അമേരിക്ക യൂറോപ്യൻ യൂണിയനെ ഭീഷണിപ്പെടുത്തും. പ്രധാനമായും ജർമ്മനി ഇസ്രായേലിനെതിരെ ഇടയ്ക്ക് തുറന്നു തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ ആക്രമിക്കാൻ പാടില്ല, ഗാസയ്ക്കുള്ളിൽ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെ ത്രെറ്റ് ചെയ്യും. അപ്പോ ഇതൊരു ലൂപ്പ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാറി മാറി ഭീഷണിപ്പെടുത്തുക, യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തും. ഇങ്ങനെ ഒരു സർക്കിൾ തന്നെ നടക്കും. ഒരു പരിഹാരം ലഭിക്കാനുള്ള സാഹചര്യം പോലും ആരും അവിടെ സൃഷ്ടിക്കില്ല. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ സംഭവിക്കുന്ന ഈ ഒരു ന്യൂക്ലിയർ ഡീൽ ഇസ്രായേലിന് ഒരു നെഗറ്റീവായ സമീപനമായിരിക്കും ഉണ്ടാവുക. കാരണം അമേരിക്കയുടെ ഇവിടെയുള്ള ആവശ്യം ഇസ്രായേലിനും ഇറാനും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. പ്രശ്നം തടയണമെങ്കിൽ ഇറാൻ അണുവായുധം കണ്ടുപിടിക്കാൻ പാടില്ല.
അണുവായുധം കണ്ടുപിടിക്കാനുള്ള അവരുടെ ഈ പദ്ധതി ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഏത് സാങ്ഷൻ വേണമെങ്കിലും ഇവിടെ അസാധുവാക്കാം എന്നുള്ളതൊരു ഓപ്ഷനാണ്. ഇറാനും ഇതാണ് ആഗ്രഹിക്കുന്നത്. അണുവായുധം നിർമ്മിക്കുന്നത് ഞാൻ ഇതോടുകൂടി ഉപേക്ഷിക്കാം. ഞങ്ങളിൽ ഒരുപാട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം പൂർണ്ണമായും നിങ്ങൾ നികത്തിയേ മതിയാകൂ. പ്രധാനമായും ഇറാന്റെ ഓയിൽ സെക്ടേഴ്സിൽ അമേരിക്കയുടെ 140-ലധികം സാങ്ഷൻസ് ഉണ്ട്. ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും ഈ സാങ്ഷൻസിൽ പങ്കാളിയുമാകുന്നുണ്ട്. അപ്പോ ഈ സാങ്ഷൻസ് നീക്കം ചെയ്താൽ മാത്രം മതി ഇറാന്റെ എക്കണോമി വലിയ രീതിയിൽ വളരും. മിഡിൽ ഈസ്റ്റ്, പേർഷ്യൻ, ഗൾഫ് മേഖലയിലുള്ള സ്റ്റേബിൾ എക്കണോമി അത് ഇറാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം വന്നതിനു ശേഷം വേഴ്സ്റ്റ് എക്കണോമി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ഇറാൻ ഇവിടെ നന്നായി അറിയാം ന്യൂക്ലിയർ വെപ്പൺസ് നമുക്ക് എപ്പോ വേണമെങ്കിലും നിർമ്മിക്കാം. അതിനാൽ ഇറാൻ ഇപ്പോ പറഞ്ഞിരിക്കുന്നത്, ശരി, ഞങ്ങളിപ്പോ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുന്നില്ല, എന്നാൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനും അറ്റോമിക് ഫോർ പീസ് അല്ലെങ്കിൽ ആറ്റം ഫോർ പീസ് എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റിന് കീഴിൽ ആണവ റിയാക്ടറിന്റെ സഹായത്തോടു കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. റഷ്യയുടെ സഹായത്തോടു കൂടിയോ മറ്റ് ലോകരാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയോ ഞങ്ങളിവിടെ ആണവോർജ സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്ക നിരോധിക്കാൻ പാടില്ല എന്ന ഒരു ചെറിയ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉപരോധം മാറ്റിയാൽ അടുത്ത എന്ത് ചെയ്യണമെന്ന് അവർക്ക് നന്നായി അറിയാം. ഉദാഹരണത്തിന് 1990-ൽ ഇന്ത്യ പെട്ടെന്ന് ഞങ്ങളുടെ പക്കൽ അണുവായുധമുണ്ട് എന്ന ഒരു പ്രഖ്യാപനം നടത്തി. അതുപോലെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ ബേസ് ആയി വെച്ച് അവരെ കൊണ്ട് അണുവായുധം നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോഴത്തേക്ക് 60 മുതൽ 70% വരെയും യുറേനിയം എൻറിച്ച് ചെയ്തതായി പറയുന്നു. ഇതേ അനുപാതത്തിൽ പോവുകയാണെങ്കിൽ 2025 അവസാനത്തിനുള്ളിൽ എന്തിന് ഇപ്പോൾ പോലും ന്യൂക്ലിയർ ബോംബ്സ് ഇറാനെ കൊണ്ട് നിർമ്മിക്കാൻ കഴിയും എന്ന ആശയമുണ്ട്. അത്രത്തോളം വളരെ വേഗത്തിലാണ് യുറേനിയം എൻറിച്ച് ചെയ്യുന്ന സെൻട്രിഫ്യൂജസ് കൂടുതലായും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോ അമേരിക്കയെ ഇവിടെ കബളിപ്പിച്ചുകൊണ്ട് എങ്ങനെയെല്ലാം അണുവായുധം ക്രിയേറ്റ് ചെയ്യാം എന്ന ഓപ്ഷൻ ഇറാൻ നോക്കുന്നുണ്ട്. അത് ഇസ്രായേലിനും അറിയാം. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ എത്ര തന്നെ അവരുമായി ഒരു കരാർ ഉണ്ടാക്കി ന്യൂക്ലിയർ പദ്ധതിയിൽ നിന്നും അവർ പുറത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞാലും തീർച്ചയായും അവർ ന്യൂക്ലിയർ ബോംബ്സ് തയ്യാറാക്കും. അപ്പോ ഇനിയുള്ള ഒരേയൊരു പോംവഴി ഇറാനെ ആക്രമിക്കുക മാത്രമാണ് എന്നും പറഞ്ഞ് അമേരിക്കയെ ഇസ്രായേൽ നന്നായി ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നന്നായി ഒരു കാര്യം മനസ്സിലാക്കുക, ഇറാനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയെ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഇവിടെ ഇസ്രായേലിലെ F-35 ഫൈറ്റർ ജെറ്റ്സ് പോയി ചില ബോംബ്സ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ F-15 വിമാനം ചെയ്യുന്ന ചില ബങ്കർ ബസ്റ്റർ ബോംബ്സ് വർഷിക്കുക, ഇവ കൊണ്ടൊന്നും ഇറാന്റെ ഏത് ന്യൂക്ലിയർ ഫെസിലിറ്റിയെയും, അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള ഏതൊരു ന്യൂക്ലിയർ ഫെസിലിറ്റിയെയും ഒന്ന് തൊട്ടു നോക്കാൻ പോലും സാധിക്കില്ല. കാരണം പ്രധാനപ്പെട്ട ചില ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ്സ്, ഈ അണുവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ശുദ്ധീകരിക്കുന്ന ഈ ശുദ്ധീകരണശാലകളെല്ലാം ഭൂമിക്കടിയിലാണുള്ളത്. 100 മീറ്റർ ആഴത്തിലാണുള്ളത്. ഈ 100 മീറ്റർ ആഴത്തിലുള്ള ബങ്കേഴ്സിനെ തൊട്ടു നോക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ MOAB ബോംബ്സ്, മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് ബോംബ്സ്, ഇവയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതും ഒരു സിംഗിൾ ബോംബിനെ കൊണ്ട് സാധ്യമാകുമോ എന്നൊന്നും അറിയില്ല. കാരണം ഈ ബോംബുകളുടെ പെനട്രേഷൻ ഡെപ്ത് എന്നത് 60 മീറ്റർ ആണ്. 60 മീറ്റർ വരെയും ക്യാപ്പബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 100 മീറ്ററിനുള്ളിൽ ഒരു ബ്ലാസ്റ്റ് സംഭവിക്കണമെങ്കിൽ അവിടെ റിപ്പീറ്റഡായി ബോംബെല്ലാം ഡ്രോപ്പ് ചെയ്തേ മതിയാകൂ. ഈ ബോംബുകൾ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ കൊണ്ട് മാത്രമേ കഴിയൂ. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സഹായം എന്നല്ല, ഇസ്രായേലിന് അമേരിക്ക ഇല്ലാതെ ഇവിടെ ഏതൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. ഒരു എയർ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും, മിസൈൽ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഭൂമിക്കടിയിലുള്ള ആ ഒരു സ്ട്രക്ചറിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ കൊണ്ട് മാത്രമേ കഴിയൂ. ഈ പദ്ധതിയെ തടഞ്ഞ് എങ്ങനെയൊക്കെ അമേരിക്കയെ ഇറാനെതിരെ തിരിക്കാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഗാസയിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നം, ഗാസയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോഴാണ് ശബ്ദമുയർത്താൻ തുടങ്ങിയത്. യൂറോപ്യൻ യൂണിയനൊക്കെ ഇപ്പോഴാണ് അല്പമെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. എത്രയോ വർഷമായി പ്രശ്നം നടക്കുന്നുണ്ട്. ചില രാജ്യം അവരുടെ ശബ്ദം ഇപ്പോ ഉയർത്തുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ലഭിക്കുമെന്ന പ്രത്യാശയും വരുന്നുണ്ട്. അപ്പോ ഒരു ഭാഗത്ത് അമേരിക്കയിലൂടെ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് ഗാസയെ ടേക്ക് ഓവർ ചെയ്യാനുള്ള പദ്ധതിയിൽ ഇപ്പോ ഇസ്രായേൽ വളരെ തീവ്രമായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇറാന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത്, ഞങ്ങൾ ന്യൂക്ലിയർ എനർജി വിട്ടു നൽകില്ല, പക്ഷെ ന്യൂക്ലിയർ ബോംബ്സ് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന്. ഇങ്ങനെ ഒരല്പം അവർ ഇറങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും ഇതേ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറാന്റെ സാമ്പത്തികം
വീക്ക് ആവുക തന്നെ ചെയ്യും. എന്നാൽ അവർ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കുന്നതിൽ നിന്നും അവരെ ഒരിക്കലും വീക്കാക്കുകയില്ല. ഇപ്പൊ ചൈനയും ഇറാനും ചേർന്ന് അവരുടെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് കോറിഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ടാങ്കർ നിങ്ങൾ അയക്കുകയാണെങ്കിൽ റെയിൽവേ ട്രാക്ക് വഴി കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ വഴി ചൈനയിലേക്ക് പോകാൻ വെറും 10 ദിവസം മാത്രം മതി. അങ്ങനൊരു ട്രാക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പറേഷനിൽ വന്നിട്ടുമുണ്ട്. ഇത് കടൽ മാർഗം ചെയ്യുകയാണെങ്കിൽ 40 ദിവസത്തിലും അധികമാകും. അപ്പോ ചൈന ഇറാന്റെ പക്കൽ നിന്നും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അസംസ്കൃത എണ്ണയിലൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥ ഉയർത്താൻ ശ്രമിക്കുകയാണ്. ഇറാന് നൽകിയിട്ടുള്ള ഉപരോധമെല്ലാം വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ചൈനയെ ഒന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോ അവരുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന് ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാം ഇവിടെ ഇറാനും കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇവിടെ ഉള്ളത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ്. ഒന്നുകിൽ വെറും പേരിന് വേണ്ടി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുക, ഇറാനിലുള്ള എല്ലാ സാമ്പത്തിക ഉപരോധവും നീക്കം ചെയ്യുക. അതല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ കളം മാറുക. ഇറാൻ എന്തോ വലിയ കാര്യം ചെയ്യുകയാണ്, ലോകരാജ്യങ്ങളുടെ എല്ലാം സമാധാനത്തിന് അവർ ഒരു ഭീഷണിയാണ് എന്നും പറഞ്ഞ് ഇറാഖിലും സിറിയയിലുമൊക്കെ എങ്ങനെയാണ് ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തത് അതുപോലൊരു ഓപ്പറേഷൻ ഇറാനിൽ ലോഞ്ച് ചെയ്യുക. എന്നാൽ ഇപ്പോ അമേരിക്ക അങ്ങനെ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്താൽ ഇതിനു മുൻപൊക്കെ സംഭവിച്ചത് ചെറിയ നഷ്ടമായിരിക്കും. പക്ഷേ ഇപ്പോ അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്താൽ മിഡിൽ ഈസ്റ്റിൽ അതൊരു വലിയ ഭൂകമ്പം തന്നെ സൃഷ്ടിക്കും. അതിൽ യാതൊരു മാറ്റവും വേണ്ട. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് അമേരിക്കയുടെ കണ്ണിൽ ഒരു കരടാണോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഇസ്രായേലിന്റെ കണ്ണിൽ അതൊരു വലിയ പാറക്കല്ല് തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.